പ്രേംലാലെ, കഴിഞ്ഞ കുറച്ചു കാലമായി ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണവും അതുപോലെ കലാപവും ഒക്കെ ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു വിദ്യാർത്ഥി കലാപകാരിക്ക് കൂടി അജ്ഞാതന്റെ വെടിയേറ്റതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ ഇന്ത്യ ഇതിനകം ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന ഈ ഈ വാർത്തകളെ നമുക്ക് ഏത് തരത്തിൽ അപഗ്രഥിക്കാം? തുഫയിലെ ഇവിടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന പല രാജ്യങ്ങളിലും ഇപ്പോ പാകിസ്ഥാൻ ആണെങ്കിലും ശരി, ബംഗ്ലാദേശ് ആണെങ്കിലും ശരി, അവിടെ ചിലർ ഈ വെടിവെപ്പ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് വെടിവെപ്പ് നടത്തിയത് ആരാണ്, ഏതോ കളിക്കുന്നു എന്നുള്ളതാണ് വിവരം. അപ്പൊ ഈ അജ്ഞാതൻ ആര് എന്നുള്ള ചോദ്യത്തിന് ചിലർ സംശയിക്കുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി തലവൻ അജിത് ഡോവൽ പറഞ്ഞു വിടുന്ന ആരൊക്കെയോ ആണ് എന്ന തരത്തിലാണ് ചിലർക്ക് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായ നിഗമനങ്ങളില്ല. അപ്പൊ അവിടെ ഇപ്പൊ പുതിയതായിട്ടുണ്ടായ വെടിവെപ്പ് അതും തലക്കിട്ട് തന്നെയാണ് കൊള്ളത്. അതായത് ആളെ തീർക്കണമെന്ന് ഉദ്ദേശിച്ച് തന്നെ നടത്തിയ വെടിവെപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ നടന്ന രണ്ടാമത്തെ വെടിവെപ്പ് സംഭവം അത് ബംഗ്ലാദേശിലെ NCP, നാഷണൽ സിറ്റിസൺസ് പാർട്ടി, കൃത്യമായി പറഞ്ഞാൽ അവിടുത്തെ ഷെയ്ഖ് ഹസീന ഭരണകൂടത്തെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവിടെ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകുന്ന ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നേതൃസ്ഥാനത്തുള്ള പാർട്ടിയാണ് ഈ നാഷണൽ സിറ്റിസൺസ് പാർട്ടി. അപ്പൊ അതിന്റെ തൊഴിലാളി വിഭാഗം നേതാവായ ഒരു മുഹമ്മദ് മൊത്തലേഖ് സിഗ്ദർ എന്ന് പറയുന്നയാളാണ് ഇപ്പോ വെടിയേറ്റിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ ഒരു തൊഴിലാളി നേതാവാണ്. അപ്പോ ഇയാള് ഖുൽന എന്ന് പറയുന്ന സ്വദേശിയാണ്. അപ്പൊ ഈ ഖുൽന സ്വദേശിയായ മുഹമ്മദ് മൊത്തലേഖ് സിഗ്ദർ ഒരു തൊഴിലാളി ജാഥ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി നടക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് തലയുടെ ഇടതു ഭാഗത്ത് വെടിയേറ്റത് എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇദ്ദേഹത്തെ ഖുൽനയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് വെടിയേറ്റത് കൊണ്ട് തന്നെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണ്. എന്താണ് അദ്ദേഹത്തിന്റെ നിലവിലെ സ്ഥിതി? അതിപ്പോ ബംഗ്ലാദേശില് നേരത്തെ ഉസ്മാൻ ഹാദി അദ്ദേഹത്തെ വെടിയേറ്റതുമായി ബന്ധപ്പെട്ട് വലിയ കലാപം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ടാമത് നടന്ന വെടിവെപ്പില് ഈ വെടിയേറ്റയാളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അധികൃതർ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഈ ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ പുതിയ കുറച്ച് ഡെവലപ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ സംഭവത്തിന് ഉത്തരവാദിയായ ഫൈസൽ കരീം മസൂദ്, അതേപോലെ അലം ഗിർ, ഈ രണ്ടുപേരെ ബംഗ്ലാദേശ് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും ഇന്ത്യയിലേക്ക് കടന്നു എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അക്കാര്യത്തില് ബംഗ്ലാദേശിന്റെ തന്നെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, അദ്ദേഹത്തിന്റെ പേര് ഖാന്തേക്കാർ റഫീഖുൽ ഇസ്ലാം എന്നാണ്. അപ്പൊ അദ്ദേഹം ആ വാർത്തകൾ നിഷേധിക്കുകയാണ്. ഈ രണ്ട് പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവര് ഈ ഉസ്മാൻ ഹാദി കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഈ ധാക്കയിലെ തെരഞ്ഞെടുപ്പിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പൊ അതിന്റെ പ്രചരണ പരിപാടികളിൽ ചിലയിടങ്ങളിൽ ഈ രണ്ടുപേരെ കണ്ടതായിട്ട് വിവരമുണ്ട്. ആ ദൃശ്യങ്ങൾ അതിന് തെളിവായിട്ട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഈ സംഭവത്തില് ഈ വെടിവെച്ച ശേഷം ഇവരെ എങ്ങോട്ടേക്കാണ് രക്ഷപ്പെട്ടു പോയത്? ഒരു ഇരുചക്ര വാഹനത്തിലാണ് വന്നത്. തലയ്ക്ക് തന്നെയാണ് വെടിയേറ്റത്, അതും ഉസ്മാൻ ഹാദിയുടെ. അപ്പൊ ഇദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റു. ബംഗ്ലാദേശിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ കഴിഞ്ഞ 18-ാം തീയതി അദ്ദേഹം ആശുപത്രിയിൽ മരിച്ചു. അപ്പൊ ഈ ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോ അതിന്റെ കാരണമായി പറഞ്ഞിരുന്നത് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഈ പ്രതികള് ഇന്ത്യ പിന്തുണയ്ക്കുന്നവരാണ്, അവരെ ഇപ്പോൾ ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്, അവർ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഖാന്തേക്കാർ റഫീഖുൽ ഇസ്ലാം പറയുന്നത് അങ്ങനെ ഈ രണ്ട് പ്രതികളും ഇന്ത്യയിലേക്ക് കടന്നു എന്ന തരത്തിൽ സ്ഥിരീകരിക്കുന്ന യാതൊരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ ആരും പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് പോലീസിന്റെ അഭ്യർത്ഥന. പിന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യത്തിലും പ്രാഥമിക ഘട്ടത്തിൽ തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം. പക്ഷേ ഇതിനോടകം തന്നെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഈ കൊലപാതകം നടത്തിയ ഫൈസൽ കരീം മസൂദ് ഈ നമ്മുടെ അവാമി ലീഗിന്റെ, നമ്മുടെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗം നേതാവ് ആണ്. ഛാത്ര ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര്. അപ്പൊ അതിന്റെ നേതാവാണ് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരം. പിന്നെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലോക മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്ത വിഷയമാണ് അവിടെ ഒരു ഹിന്ദു യുവാവിനെ പരസ്യ വിചാരണ നടത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ മൃതദേഹം
പൊതു റോഡിൽ വെച്ച് അഗ്നിക്കിരയാക്കി. അതൊന്നല്ല, പലവട്ടം തീ കത്തിച്ചു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരുന്നു. ആദ്യം വന്ന വാർത്തകൾ ഇദ്ദേഹം മതനിന്ദ നടത്തി, പ്രവാചക നിന്ദ നടത്തി, അതിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് വിവരം. പക്ഷെ ഇദ്ദേഹത്തിന്റെ സഹോദരൻ അപു റോബി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം മറ്റു ചില കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. കാരണം ഈ ദിബു ചന്ദ്രദാസ് എന്ന് പറയുന്ന ആ കൊല്ലപ്പെട്ട ആ യുവാവ് മൈമൻ സിംഗ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തുണി ഫാക്ടറി തൊഴിലാളിയാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഫ്ലോർ മാനേജർ എന്ന തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്ന് സൂപ്പർവൈസറിലേക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യോഗ്യതാ പരീക്ഷകളൊക്കെ എഴുതി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഫാക്ടറിക്കുള്ളില് ചിലരുമായിട്ട് ഇദ്ദേഹത്തിന് തർക്കമുണ്ടായിരുന്നു. കൂടാതെ ഈ ടാർജറ്റ് അച്ചീവ് ചെയ്യൽ, അതേപോലെ ഓവർ ടൈം, ഇക്കാര്യങ്ങളിലൊക്കെ ചിലരുമായിട്ട് ഇദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാർത്ത. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫാക്ടറിക്കുള്ളിലുള്ള ചിലരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു കഥ കെട്ടിച്ചമയ്ക്കാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ആരോപണം വരുന്നത്. വാസ്തവത്തിൽ ഇദ്ദേഹം മതനിന്ദ നടത്തുകയോ പ്രവാചക നിന്ദ നടത്തുകയോ ചെയ്തിട്ടില്ല. ഈ ഫാക്ടറിക്കുള്ളിലെ ചിലരുടെ ഗൂഢാലോചന നിമിത്തമാണ് ഇദ്ദേഹം ഇങ്ങനെ മതനിന്ദ നടത്തിയെന്ന തരത്തിൽ പ്രചാരണം വന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ ഇദ്ദേഹത്തെ ഒരു കേസ് വന്നു, പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ പോലീസ് സ്റ്റേഷന് ചുറ്റും ഈ അക്രമാസക്തമായ ജനക്കൂട്ടം കാത്തു നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവരിലേക്ക് പോലീസ് ഇദ്ദേഹത്തെ മോചിപ്പിച്ചു. പോലീസ് ഇദ്ദേഹത്തെ വിടുതൽ ചെയ്തു കൊടുത്തു. ഈ അക്രമാസക്തമായ ജനക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഇദ്ദേഹത്തെ വിട്ടുകൊടുത്തു. അപ്പൊ അതിന്റെ ദയനീയമായ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോ ഈ ഇദ്ദേഹത്തിന്റെ സഹോദരൻ അബു റോബിയെ ഈ സംഭവങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ഒരു സഹജോലിക്കാരൻ വിളിച്ച് ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം അറിയിക്കുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഈ സഹോദരൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത്, അതിന് തൊട്ടു മുമ്പ് ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നു. ഓടി ചെല്ലുമ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ നിലയിൽ തന്റെ സഹോദരന്റെ മൃതദേഹമാണ് കിട്ടിയത് എന്നുള്ളതാണ് വരുന്നത്. ഇപ്പൊ നിലവില് ഇന്ത്യ ഇക്കാര്യത്തില് ശക്തമായ പ്രതിഷേധം ബംഗ്ലാദേശിനെ അറിയിച്ചിട്ടുണ്ട്. വലിയ ആശങ്ക, ഇത് മനുഷ്യത്വരഹിതമായ ഹീനമായ പ്രവൃത്തിയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്നത് എന്നുള്ള തരത്തിലും, കൂടാതെ ഇന്ത്യയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ കൃത്യമായ ഒരു ആശങ്ക ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പിൻബലത്തിലാണോ എന്നറിയില്ല, ഇന്ത്യയിലുള്ള ബംഗ്ലാദേശിന്റെ നയതന്ത്ര കാര്യാലയത്തില് ഇന്ത്യയിൽ നിന്നുള്ള ബംഗ്ലാദേശിലോട്ടുള്ള വരാനുള്ള വിസ പ്രോസസ്സിംഗ് ഒക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നേരെ മറിച്ച് അവിടെയും ബംഗ്ലാദേശിലുള്ള ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിലും ഇന്ത്യയിലേക്ക് വരാനുള്ള വിസ നടപടികൾ അവിടെയും നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ നിലവില് വലിയ ആശങ്ക ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ട്. കാരണം അവിടെ വരുന്ന ഫെബ്രുവരിയിലാണ് പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ച ആ കോടതി ഉത്തരവ് വന്ന അന്നു മുതലാണ് അവിടെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇപ്പോ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും ഇന്ത്യ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കാരണം ഇത് ഒരു വർഗീയ കലാപം എന്ന രീതിയിൽ ബംഗ്ലാദേശില് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരടക്കമുള്ളവർ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പൊ അവർക്കെതിരെ മറ്റേതെങ്കിലും ശക്തികൾ തിരിയുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശ് ബംഗാൾ അതിർത്തിയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ, അത്തരത്തിൽ വലിയ നിരീക്ഷണം ഇന്ത്യ ശക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വളരെ കുറെ കൂടി നമുക്ക് തീക്ഷ്ണമായ വാർത്തകൾ, അല്ലെങ്കിൽ കുറെ കൂടി ഞെട്ടിക്കുന്ന വാർത്തകൾ ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സാഹചര്യങ്ങൾ പൊതുവിൽ വിലയിരുത്തുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക.